MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ല എന്ന വാദത്തിൽ മലക്കം മറിഞ്ഞ മന്ത്രി ഒ ജെ ജനീഷ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നുവെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് മന്ത്രി. യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വത്തിൽ ഇല്ലായിരുന്നു. നേതാക്കളുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെയെന്നും മന്ത്രിയുടെ ഒഴുക്കൻ മറുപടി. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ സംസാരിക്കുകയും ചെയ്തു. അത് ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പോൾ അന്നേ ദിവസം തന്നെ ഓഗസ്റ്റ് 9 തന്നെ അദ്ദേഹത്തിന് ഒരു നടപടി എടുത്തിരുന്നു. പക്ഷേ ഔദ്യോഗികമായൊരു യൂണിറ്റ് കമ്മിറ്റി ആയിരുന്നില്ല. അതിൽ ജില്ലാ പ്രസിഡന്റ് അപ്രൂവൽ കൊടുത്തിരുന്നില്ല. അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി യൂണിറ്റിൻ്റെ വലിയൊരു പ്രവർത്തനം അവിടെ ആരംഭിച്ചു. അത് പ്രാദേശികമായ ചില ആളുകളൊക്കെ അതിനൊരു പിന്തുണ കൊടുത്തു. അന്ന് അതിൻ്റെ ഒരു യൂണിറ്റ് രൂപീകരണ ഘട്ടത്തിൽ അതിനെ തള്ളി പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഔദ്യോഗിക പരിവേഷം നൽകിയിരുന്നില്ല. ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അതിന് നടപടി എടുത്തിരുന്നു. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിന് ശേഷം തന്നെ അദ്ദേഹത്തെ വിളിച്ചത് വെരിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആൾക്കെതിരെ നടപടി ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്ന മറുപടി എനിക്ക് ലഭിക്കുകയും ചെയ്തു. വൈസ് അഭിനന്ദും ആർ ഋഷിപാലും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അഭിനന്ദിലേക്കാണ്. അഭിനന്ദ, ഒ ജെ ജനീഷിന്റെ 2 സമയത്തെ പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ അതിൽ അദ്ദേഹം വരുത്തിയിരുന്ന മാറ്റങ്ങൾ വ്യക്തമാക്കാൻ കഴിയും. ഇപ്പോൾ യൂണിറ്റ് ഭാരവാഹിയല്ലേ, എനിക്ക് നേരിട്ടറിയില്ല എന്നതാണ് വ്യക്തമാക്കിയത് എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹവും ഒരു യൂണിറ്റ് ഭാരവാഹി എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളെല്ലാം മറ്റെവിടെ നിന്നുമല്ല, ഹുസൈന്റെ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മധു, ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒ ജെ ജനീഷിനോട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരനെ അല്ല കാസർഗോഡ് ചന്ദേരയിൽ നിന്നും പിടികൂടിയ MDMA കേസിലെ പ്രതി എന്നായിരുന്നു. പെരുമ്പാവൂർ അറക്കപ്പടിയിലെ യൂണിറ്റ് പ്രസിഡന്റ് ആണല്ലോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു തരത്തിലുള്ള അറിവും തനിക്കില്ല എന്ന് പറഞ്ഞ മന്ത്രി ഒ ജെ ജനീഷ് വൈകുന്നേരത്തോടുകൂടി മന്ത്രി ഒ ജെ ജനീഷിന്റെ നിർദ്ദേശപ്രകാരം ഈ KSUവിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇയാളെ പൂർണ്ണമായിട്ടും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി, യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ ഘടകത്തിൽ നിന്നും പുറത്താക്കിയതായിട്ടുള്ള പത്രക്കുറിപ്പ് വരികയും ചെയ്തു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ വാർത്താ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒ ജെ ജനീഷിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു നേതാവായിരുന്നുവെങ്കിൽ തനിക്ക് അറിയാമായിരുന്നു, യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെ അറിയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യവും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 9-ാം തീയതി ഈ വിഷയത്തിൽ നടപടി എടുത്തില്ലേ എന്ന ചോദ്യത്തിനും ഒരു ഒഴുക്കൻ മറുപടിയാണ് നൽകിയത്. തനിക്ക് അങ്ങനെയുള്ള കാര്യം ശ്രദ്ധയിലേ വന്നിട്ടില്ല, യൂത്ത് കോൺഗ്രസുകാരനെ അല്ല എന്ന പ്രതികരണം ആവർത്തിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് ഒ ജെ ജനീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷം പിന്നീടും ചോദിച്ചപ്പോൾ നേതാവാണെങ്കിൽ നോക്കിയാൽ പോലെ, നേതാക്കന്മാരായിട്ടുള്ള ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കാമായിരുന്നു, യൂണിറ്റ് തലത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ താൻ എങ്ങനെ ഇതൊക്കെ അറിയും, ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓർത്തു വെക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള ഒഴുക്കൻ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഒ ജെ ജനീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യൂണിറ്റ് എന്നത് ഔദ്യോഗികമായി ഉള്ളതല്ല, യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ തനിക്കറിയില്ല. അപ്പോൾ ചോദിച്ചു, യൂണിറ്റ് എന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും താഴെ ഘടകമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഔദ്യോഗികമായി ഒന്നേ ഇല്ല എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയും കൂടിയായുള്ള ഒ ജെ ജനീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയായിരുന്നു. ഇന്നലെ ചോദിച്ച ചോദ്യത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു, വൈകുന്നേരത്തെ നടപടി നമ്മൾ കണ്ടു, ഇന്നത്തെ ഒഴുക്കൻ മറുപടിയും കണ്ടു. എന്തായാലും വ്യക്തതയില്ലാതെ മാറിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ മന്ത്രിയാണ് ഇന്നത്തെ പ്രതികരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാധു, ആർ ഋഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഋഷിപാൽ, 9-ാം തീയതിയാണ് ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിന്റെ ലെറ്റർ ഹെഡിൽ പുറത്തു വന്നിരിക്കുന്ന ഒന്നാണ്. ഔദ്യോഗിക ഭാരവാഹി അല്ലാത്ത ഒരാളെ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പുറത്താക്കുന്നത്? മാധു, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായ ഇവരെ പുറത്താക്കിയെന്നത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ് അത് വാർത്താക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചത്. ഈ കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഒ ജെ ജനീഷ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായി അത് ഒ ജെ ജനീഷിനെ അറിയിക്കുകയും ചെയ്യും. അത് ഒരു സംഘടനാ നടപടി കൂടിയാണ്. അത് സംസ്ഥാന അധ്യക്ഷനെ അറിയിക്കുന്നതാണ് ആ സംഘടനയുടെ ചട്ടം, അങ്ങനെയാണ്. പക്ഷേ അത് അറിയിച്ചില്ല എന്നതാണോ, അല്ലെങ്കിൽ ബോധപൂർവം ആ കാര്യം ഒളിച്ചു വെക്കാനാണോ ഒ ജെ ജനീഷ് ശ്രമിച്ചത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം. ഒന്ന്, മന്ത്രിയായതുകൊണ്ട് സംഘടനയിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ നേരമില്ല എന്ന വിമർശനം ഒ ജെ ജനീഷിനെതിരെ സംഘടനയ്ക്കകത്ത് ശക്തമായി വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ സംഘടനാ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ അത്തരമൊരു ചോദ്യം വരുമ്പോൾ സാധാരണ നേതാക്കൾ അറിയാത്ത കാര്യമാണെങ്കിൽ അത് പരിശോധിച്ച് പ്രതികരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എല്ലാം അറിയുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. പക്ഷേ നേരത്തെ തന്നെ നടപടി എടുത്തിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിറ്റ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. യൂണിറ്റ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും, അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ രീതി. അത്രയും സംഘടനാ രീതിയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ
2-3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്ത്, അത് മയക്കുമരുന്ന് കേസിലെ പ്രതികളായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ, പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടി എടുത്തിട്ട് അത് അറിഞ്ഞില്ല എന്ന ഒരു വാദം ഉയർത്തുന്നത് സ്വാഭാവികമായും ഒരുപക്ഷെ വി.ഡി. സതീശന്റെ സാമൂഹ്യ മാധ്യമ കോർഡിനേറ്റർമാരായതുകൊണ്ടാകാം എന്ന ഒരു വിമർശനം ഇതിനോടകം ഉയരുന്നുണ്ട്. ഏതായാലും മന്ത്രി ഒ.ജെ. ജിനേഷിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വാദം പൂർണ്ണമായും പൊളിഞ്ഞു. കാരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിലൂടെയാണ് ആ വാദം പൊളിയുന്നത്. മാധു, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം YS അഭ്യനന്ദൻ.